ശത്രുവിന്റെ കാലാണല്ലോ ആ കാണുന്നത്. അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞു നോക്കുകയാണെങ്കിൽ, അത് തല താഴ്ത്തി നോക്കുകയാണെങ്കിൽ നമ്മളെ കാണുകയില്ലേ എന്ന് ചോദിച്ചപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടി അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഇദ് അഖ്റജഹുൽ ലദീന കഫറു സാനിയസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത്, ഇദ് യഖൂലു ലിസ്വാഹിബിഹി, നബിയെ അങ്ങനെ ശത്രുക്കളെങ്ങാനും ഒന്ന് തല താഴ്ത്തി നോക്കിയാൽ നമ്മളെ കാണുകയില്ലേ, പിടിക്കുകയില്ലേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു മറുപടിയുണ്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ദുഃഖിക്കണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, നമുക്കറിയാമല്ലോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. ന്യൂനപക്ഷമായ ബനൂ ഇസ്രായേലി വംശത്തിൽ ഒരു ആൺകുട്ടി പോലും ജനിക്കരുത്. കാരണം ഏതോ ഒരു ആൺകുട്ടി ഫറോവമാരുടെ അധപ്പതനത്തിനും നാശത്തിനും കാരണമാകുമെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ബനൂ ഇസ്രായേലിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ അവരെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഫറോവയുടെ സൈന്യം, ഫറോവയുടെ പട്ടാളം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരം മൂസാ അലൈഹിസ്സലാം ജനിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ ഫറോവയുടെ കൊട്ടാരത്തിൽ തന്നെ ഫറോവയുടെ ഉപ്പും ചോറും നൽകിക്കൊണ്ട് വളർത്തുന്നു അല്ലാഹു തആല. നമ്മൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് ആ ബനൂ ഇസ്രായേലരെ, ചുരുക്കി പറയട്ടെ, ബനൂ ഇസ്രായേലർക്ക് ആ നാട്ടിൽ താമസിക്കാൻ അനുവദിക്കാത്തൊരു ഘട്ടം വന്നു. നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ നാട്ടിൽ വിട്ടു പോയിക്കൊള്ളണം, നിങ്ങൾ ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ല, നിങ്ങൾ പോയിക്കൊള്ളണം, നിങ്ങളുടെ രേഖകളൊന്നും രേഖയല്ല, അതുകൊണ്ട് നിങ്ങൾ പോകണം. ഈ ഒരു തീരുമാനം അവരെടുത്തു. അങ്ങനെ ക്രൂരമായ അക്രമങ്ങൾ, ക്രൂരമായ പീഡനങ്ങൾ ബനൂ ഇസ്രായേലർക്ക് നേരെ അഴിച്ചുവിടുകയും ബനൂ ഇസ്രായേലരോടും ബനൂ ഇസ്രായേലരെയും കൂട്ടിയിട്ട് നാട് വിട്ടുകൊള്ളാൻ അല്ലാഹു തആലയുടെ തീരുമാനം മൂസാ നബി അലൈഹിസ്സലാമിനെ അറിയിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളെയും കൂട്ടിയിട്ട് നാട് വിട്ടുപോകുന്നുണ്ട്. പിന്നാലെ ഈ ബനൂ ഇസ്രായേലരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫറോവയുടെ സൈന്യമുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, അവരെത്തിപ്പെട്ടത് എവിടെയാണ്? മുന്നില് ചീറിയടുക്കുന്ന ഒരു കടലിന്റെ മുന്നിൽ, കടൽക്കരയിലാണ് അവർ എത്തിപ്പെട്ടിട്ടുള്ളത്. പിന്നിലാണെങ്കിൽ ശത്രുക്കളുണ്ട് എല്ലാ സന്നാഹങ്ങളോടുകൂടിയും. ഇനി ഇതിന്റെ അപ്പുറത്ത് എന്ത് മാർഗം? ഇവര് തിരിഞ്ഞു നിന്നുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞൊരു സംഭവം അല്ലാഹു തആല പറഞ്ഞു തരുന്നുണ്ട്. ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ, നമുക്കിനി രക്ഷയില്ല. ഇത് പറഞ്ഞപ്പോ മറ്റൊരു കാര്യം ആലോചിക്കാതെ, മറ്റൊരു ചിന്തക്ക് അവസരം നൽകാതെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, കല്ല, ഇല്ല, ഇന്ന റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എനിക്കൊരു മാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യും. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട, അല്ലാഹു ഒരു മാർഗം കാണിച്ചു തരും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചരിത്രം നമുക്കറിയാമല്ലോ. തന്റെ കയ്യിലുള്ള വടി കൊണ്ട് സമുദ്രത്തിലേക്ക് അടിച്ച് ആ സമുദ്രം രണ്ട് പിളർപ്പായി നിന്ന് അതിലേക്കൂടെ കടന്നു പോകുന്നു മൂസാ നബി അലൈഹിസ്സലാം. ഫറോവയെയും സൈന്യത്തെയും മുക്കി നശിപ്പിക്കുന്നു അല്ലാഹു തആല. ഈ സംഭവം നടന്നത് മുഹറം മാസത്തിലാണ്. നേരത്തെ ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവം നടന്നത് ഹിജ്റയുമായി ബന്ധപ്പെട്ട ഹിജ്റയുടെ സമയത്താണ്. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ചെന്നു.
മദീനയിലേക്ക് ചെന്നപ്പോ അവിടെയുള്ള ജൂതന്മാർക്ക് നോമ്പാണ് മുഹറം 10 അന്ന്. ഇന്നൊരു മുഹറം 10 നമ്മളുള്ളത്. എന്റെ മുന്നിലിരിക്കുന്ന ഏറെക്കുറെ ആൾക്കാർക്കൊക്കെ നോമ്പുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, എന്താ ഇന്നൊരു നോമ്പ്? നബി പറഞ്ഞ അവരോട് ജൂതന്മാർ പറഞ്ഞ മറുപടി, മൂസാ നബി അലൈഹിസ്സലാമിനെ മുക്കി നശിപ്പിച്ച്, മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി ഫറോവയെ മുക്കി നശിപ്പിച്ച്, അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, ഞങ്ങളാണ് നിങ്ങളെക്കാൾ മൂസാ നബിയുമായി ബന്ധപ്പെട്ടവർ. അതുകൊണ്ട് ഞാൻ അടുത്ത വർഷമുണ്ടെങ്കിൽ 9 ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്ന്. മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് സുന്നത്താണ്, പുണ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ് നമുക്ക് കാണാം. റമദാനിന്റെ ശേഷം പുണ്യമുള്ള നോമ്പാണത്. അങ്ങനെയുള്ളൊരു നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ് നമ്മളുള്ളത്. അതിനൊരു ഒരുപാട് പുണ്യങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ചെറിയ തെറ്റുകളൊക്കെ അല്ലാഹു തആല പുറത്തു തരുമെന്ന്. അതിന്റെ പുണ്യങ്ങൾ ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് മുന്നിൽ ഇനി അങ്ങോട്ട് എങ്ങനെ എന്നുള്ള ചോദ്യചിഹ്നമുള്ള പല സംഭവങ്ങളും ഉണ്ടാകാം. ഇങ്ങനെ ഉത്തരം മുട്ടിയ ജീവിതത്തിൽ ഇനി അങ്ങോട്ടൊരു മാർഗമില്ലാത്ത, വഴിയില്ലാത്ത അങ്ങനെയുള്ള ഈ പ്രയാസത്തിൽ നമ്മൾ എടുക്കുമ്പോൾ, നമ്മൾ അകപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ട ഒരായത്താണ്, 2 ആയത്താണ് ഞാൻ സൂചിപ്പിച്ചത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഈ 2 ആയത്ത് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എപ്പോഴും സേവ് ചെയ്തു വെക്കേണ്ടതായിരിക്കുന്ന ഒരു ആയത്താണ്. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എനിക്ക് എൻ്റെ റബ്ബ് ഒരു മാർഗം കാണിച്ചു തരാതിരിക്കില്ല എന്ന്. ആ രണ്ട് ശത്രുക്കളും, മുഹമ്മദ് നബിയുടെ ശത്രുക്കളും മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശത്രുക്കളും തീരുമാനിച്ചിട്ട് മനസ്സ് കരുതിയിട്ടുണ്ടാകാം, ഇവരെ കൊണ്ട് ഞങ്ങള് ഇനിയൊരു ശല്യം ഇവർക്ക് ഉണ്ടാവുകയില്ല എന്ന്. പക്ഷേ അത് അവർക്ക് മനസ്സിലായില്ല, ഇത് അവരുടെ പരാജയത്തിന്റെ തുടക്കമാണെന്ന്. പലതും നമ്മുടെ പരാജയത്തിന്റെ തുടക്കമാണ് എന്ന് നമ്മൾ കരുതുന്നത് പലതും അങ്ങനെയല്ല, വിജയത്തിന്റെ തുടക്കമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട് എന്നുള്ള ഒരു തവക്കുല് നമുക്കുണ്ടാകണം. അതാണ് ഈ മുഹറം നമ്മളോട് പറഞ്ഞു തരുന്നത്. എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ അല്ലാഹുവിൽ തവക്കുലാക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നത്തിന് അല്ലാഹു തആല പരിഹാരമുണ്ടാക്കി തരും. സാമ്പത്തികമായിട്ടാണോ, രോഗം കൊണ്ടാണോ, കുടുംബത്തിലുള്ള പ്രശ്നമാണോ, പക്ഷേ അവിടെയൊക്കെ പരാതി പറയേണ്ട കേന്ദ്രം പടച്ചതമ്പുരാന്റെ മുന്നിലാണ്. ആ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കേണ്ടത് നമ്മുടെ നാഥനോടാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ സഹായം പടച്ചവനിൽ നിന്ന് നമുക്ക് ലഭിക്കണമെങ്കിൽ 3 ക്വാളിഫിക്കേഷൻ നമ്മളിൽ ഉണ്ടായിരിക്കണം. ഒന്ന് ഈമാനാണ്, മറ്റൊന്ന് തവക്കുലാണ്, മറ്റൊന്ന് തഖ്വയാണ്. തഖ്വയും തവക്കുലും ഈമാനുമില്ലാത്ത ഒരു വിഷയത്തിലും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല. സാമ്പത്തികമായി കടം പിടിച്ച് പ്രയാസപ്പെടുന്നവന്റെ മുന്നിൽ അവൻ എന്തിനു ഉള്ള ബാങ്കിൽ കയറി മുഴുവൻ ലോൺ എടുത്ത് ഉള്ള പലിശക്ക് ചിട്ടിക്ക് കൊടുക്കുന്നവരോട് മുഴുവനും പലിശക്ക് കൊടുത്ത് വാങ്ങിച്ച് എന്നിട്ട് കടം പിടിച്ചവന്റെ കാര്യത്തിൽ അല്ലാഹു ഇടപെടുകയില്ല. കാരണം പടച്ചവനെ ഹറാമാക്കിയ കാര്യമാണ്. ഇങ്ങനെ തഖ്വയില്ലാത്ത ജീവിതമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ സഹായം കിട്ടുകയില്ല. മറിച്ച് നമ്മൾ പ്രയാസപ്പെടുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നത്, അതല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും രോഗം കൊണ്ടോ മറ്റോ പ്രയാസപ്പെടുന്നത് നമ്മുടെ അനധികൃതമായ ഇടപെടൽ കൊണ്ടല്ല, നമ്മുടെ അല്ലാഹു ഹറാമാക്കിയ രീതിയിലുള്ള മയക്കുമരുന്നുകളും മദ്യങ്ങളും ഉപയോഗിച്ച് രോഗിയായിക്കൊണ്ട് മാറി. എന്നിട്ട് അല്ലാഹുവിന്റെ സഹായത്തിന് നമ്മൾ അപേക്ഷിച്ചാൽ ആ സഹായം നമുക്ക് കിട്ടൂല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. തഖ്വയുണ്ടായിരിക്കണം, തവക്കുലുണ്ടായിരിക്കണം. അല്ലാഹു തആല പറഞ്ഞല്ലോ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അല്ലാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ച് ജീവിച്ചാൽ അവൻ എവിടെയും കുടുങ്ങി പോകുകയില്ല. അവനിക്ക് പുറത്തേക്ക് ചാടാൻ ഒരു മാർഗം പടച്ചവൻ കാണിച്ചു കൊടുക്കും. മൂസാ നബിക്ക് കാണിച്ചു കൊടുത്തതുപോലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാണിച്ചു കൊടുത്തതുപോലെ
വമൻ യത്തഖില്ലാഹ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. അല്ലാഹുവിൽ ആരെങ്കിലും ഭരമേൽപ്പിച്ചാൽ അവർക്ക് പടച്ചവൻ അല്ലാഹു മതി. അത് പടച്ചവന്റെ വാക്കാണ്. അതിന് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടാകണം. വലാ തഹിനു വലാ തഹ്സനു. നിങ്ങൾ നിരാശരാകണ്ട, നിങ്ങൾ ദൗർബല്യം കാണിക്കുന്നവരാകണ്ട. അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനുകളാണോ? നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ ദൗർബല്യം കാണിക്കണ്ട. നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. പക്ഷേ വിശ്വാസം വേണം. ഈ 3 ക്വാളിഫിക്കേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഇന്നത്തെ നോമ്പ് മുഹറം 10 നമ്മളോട് സംസാരിക്കുന്നത്. അല്ലാഹു